17 വിദ്യാർത്ഥികളെ ഓൺലൈനിൽ നിന്ന് പുറത്താക്കി അജ്ഞാതൻ. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അറിവില്ലാതെ തവനൂർ കേളപ്പൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ 17 വിദ്യാർത്ഥികളെ സ്കൂൾ രേഖകളിൽ നിന്ന് പുറത്താക്കി. ഈ വർഷം +1 ചേർന്ന വിദ്യാർത്ഥികളെയാണ് അവരുടെ അറിവില്ലാതെ പുറത്താക്കിയത്. ആയിട്ടാണ് പോയത്. 13/8/24 2 കുട്ടികളും 14/8/24 2 കുട്ടികൾ, 16/8/24 13 കുട്ടികൾ, അങ്ങനെ മൊത്തം 17 കുട്ടികളെ TC ആണ് നഷ്ടപ്പെട്ടത്. ഇവരുടെ ഡാറ്റ ഇപ്പോൾ സ്കൂളില്ല. നമ്മൾ കുട്ടികളെ അറിയിച്ചിട്ടില്ല. കാരണം കുട്ടികൾക്ക് അത് രക്ഷിതാക്കന്മാർക്കും വിഷമം ഉണ്ടാവും എന്നുള്ള രീതിയിൽ കുട്ടികൾ ഇപ്പോഴും സ്കൂളിൽ പഠിക്കുന്നുണ്ട്. രേഖകളിൽ നിന്ന് പുറത്തായ വിദ്യാർത്ഥികൾ ഈ വിവരം അറിയാതെ 1 മാസമായി സ്കൂളിൽ പഠിക്കുകയാണ്. വിദ്യാർത്ഥി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വെബ്സൈറ്റിലെ പ്രിൻസിപ്പൽ ലോഗിൻ അക്കൗണ്ട് വഴിയാണ് അജ്ഞാതൻ വിദ്യാർത്ഥികളുടെ TC അടക്കമുള്ള രേഖകൾ അപ്രത്യക്ഷമാക്കിയത്. സംഭവത്തെ തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ വി ഗോപി സൈബർ സെല്ലിലും കുറ്റിപ്പുറം പോലീസിലും പരാതി നൽകി. ഓഗസ്റ്റ് 13, 14, 16 തീയതികളിലായാണ് വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികളെ TC നൽകി പുറത്താക്കിയത്. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബാച്ചുകളിലെ 2 വീതം കുട്ടികളെയും സയൻസ് ബാച്ചിലെ 13 കുട്ടികളെയുമാണ് ഈ രേഖകളിൽ നിന്ന് പുറത്താക്കിയത്. ഈ കുട്ടികളുടെ ഒരു രേഖകളും ഇപ്പോൾ സ്കൂളിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിലുമില്ല. TC അനുവദിച്ചതിന് വിവിധ കാരണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രക്ഷിതാവിന്റെ ആവശ്യമെന്നും ട്രാൻസ്ഫർ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തമല്ലാത്ത വാക്കുകളും കാരണമായി കാണിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ TC അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്കൂളിലെ മുഴുവൻ രേഖകളും ഇല്ലാതാകും. കുട്ടികളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ജോലിക്കിടെ കഴിഞ്ഞ ദിവസമാണ് സംഭവം പ്രിൻസിപ്പലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രിൻസിപ്പലിന് പുറമെ മറ്റ് 2 പേർ കൂടി ലോഗിൻ പാസ്വേഡ് അറിയാമെന്നാണ് സൂചന. ഇവർ അടക്കമുള്ളവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ലോഗിൻ ചെയ്ത IP അഡ്രസ് വഴിയാണ് സൈബർ സെൽ അന്വേഷിക്കുന്നത്. അതേസമയം വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പഠനത്തെ ബാധിക്കുന്നില്ലെന്നും പ്രിൻസിപ്പൽ വി ഗോപി അറിയിച്ചു. ICT സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളോടും രക്ഷിതാക്കളോടും യാതൊരു ആശങ്കയും വേണ്ട എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് പോലീസ് കേസ് കൊടുത്തതിന്റെ രേഖയെല്ലാം കിട്ടിയതിന് ശേഷം, അതായത് പോലീസ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കുട്ടികളെ ഉൾപ്പെടുത്താം. കുട്ടികളെ ഇതിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. സ്കൂളിന്റെ ഭാഗത്തുനിന്നോ ആരുടെ ഭാഗത്തുനിന്നായാലും നമുക്കത് പോലീസിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ അത് മനസ്സിലാവും. എന്തായാലും സൈബർ സെൽ അത് കണ്ടുപിടിക്കും. കുറച്ച് താമസം ഉണ്ടാവും എന്നൊക്കെയാണ് പോലീസ് പറഞ്ഞത്. അതിന്റെ തവനൂർ. പുതുമയണിഞ്ഞ് എടപ്പാൾ കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.